ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ സയന്റിസ്റ്റ് ആർണോൾഡ് പ്രഭൻ. റേഷൻ കാർഡിലൊക്കെ പ്രഭാകരൻ എന്നാണ്, അത് വിട്ടേക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതാരാണെന്ന് അല്ലേ? ഇത് ഏലിയൻ. നമസ്കാരം നമസ്കാരം നമസ്കാരം. അന്യഗ്രഹ ജീവിയ. 2 വർഷമായി ഭൂമിയിലേക്ക് വന്നിട്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി എന്നർത്ഥം. ഇന്ന് വൈകിട്ട് 6:59 പേടകത്തിൽ ഇവൾ തിരിച്ച് ഗ്രഹത്തിലേക്ക് പോവുക. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഇത് ആയിരങ്ങൾ കാണുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഇവളെ ഒന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇവളൊന്ന് ഫേമസ് ആവുമല്ലോ, ഏലിയൻ എന്താന്ന് ജനങ്ങൾ അറിയുമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? ഏലിയൻ, ആ മാമിനെ കുറിച്ച് 2 വാക്ക് പറയും. She is Jimmy George, known as Mia George. Nationality Indian. Alma Mater Alfonsa College Pale, St. Thomas College Pale. Occupation actress, model. Years active 2010 present. Spouse Ashwin Philip. Children 1. Thank you. Right, ma'am. Please. Okay, ഏലിയൻ പോകാനുള്ള സമയമായി. പ്ലീസ് പോയിക്കോളൂ. മാമാ, എന്റെ ദൈവമേ, അവൻ ഇവിടെ വന്നോ? എന്റെ അനന്തരവനാ മധു. ഇവളെ എന്റെ കയ്യിൽ 2 വർഷമായി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 2 വർഷം ഇവക്കടെ പുറകെ നടന്ന് ഇവളെ തന്നെ കെട്ടോളൊന്നും പറഞ്ഞ് നടക്കുക എന്റെ അനന്തരവൻ മധു. ഇവളെ കിട്ടിയില്ലെങ്കിൽ സ്പോട്ടിൽ വെച്ച് വിഷം അടിച്ച് ചാവൂന്നും പറഞ്ഞ് വിഷക്കുപ്പിയായിട്ടാ അവന്റെ നടപ്പ്. എന്റെ മധു. കരളിന്റെ നോവറിഞ്ഞു കളിവീണ പാടും കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി മാറുമോ നീ എന്തിനൻ സ്വപ്നമായി അയ്യോ പോവല്ലേന്ന് പറ, ദൈവത്തിനാണോ ഒന്ന് പോവല്ലേന്ന് പറ. ഞാൻ 2 വർഷം മാമൻ്റെ വീട്ടിൽ നിന്നപ്പോൾ സ്നേഹിച്ചതാണ്. ഇന്ന് പോകുന്നെന്ന് പറഞ്ഞു, പോവല്ലേന്ന് പറ. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മീ പറഞ്ഞാൽ മനസ്സിലാവില്ല. നാട്ടിലാണെങ്കിൽ പെണ്ണ് കണ്ടു, എൻ്റെ പഞ്ചായത്തിൽ ഇനി കാണാൻ പെണ്ണില്ല. കണ്ട പെണ്ണിനെ തന്നെ വീണ്ടും വീണ്ടും ഇപ്പോൾ റിപ്പീറ്റ് കാണുവാണ്. അത്രയും തീർന്നു. ഈ ഒരു അവസ്ഥയിൽ കണ്ട് ഏത് ഗ്രഹത്തിൽ നിന്നും ആയിക്കോട്ടെ ഒരെണ്ണം വന്നു. ഒന്ന് പറ, ഞാൻ പ്രേമിച്ചല്ലേ പ്ലീസ്. അല്ല അതെ, ഞങ്ങളോട് പറഞ്ഞിട്ട് കഥയില്ല, അവിടെ തന്നെ പറയും, മാമനോട് തന്നെ കാര്യം പറ. അയ്യോ, എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ നിങ്ങൾ കാണുന്നില്ല. ഏലിയന് തിരിച്ചു പോകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പിന്നെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്ലീസ് പോവല്ലേന്ന് പറ, എനിക്കൊന്ന് കെട്ടിച്ചതാ. മധു, ഇത് ഏലിയനാണ്. ഏലിയനോ കൂലിയനോ 45 വയസ്സായി, ഇനിയും കെട്ടിയില്ലെങ്കിൽ ഞാൻ വിണ്ട് കീറി പോകുമെന്ന് ആ ഒരു അവസ്ഥ നിൽക്കുകയാണ് ഞാൻ. ഇത് അന്യഗ്രഹ ജീവിയാണെന്ന്. ഈ ഗ്രഹത്തിൽ നിന്നും നമുക്ക് പെണ്ണ് കിട്ടത്തില്ല. അപ്പൊ അന്യഗ്രഹത്തിൽ നിന്നെങ്കിലും ഒരെണ്ണം കിട്ടുന്നെങ്കിൽ കിട്ടട്ട്. വേണ്ടേ? ആ വിഷം കിടക്കുന്നവന് ചിക്കൻ ബിരിയാണി കിട്ടുമ്പോ അത് ഏത് ഹോട്ടലിലെ പാഴ്സലാണെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? വിശപ്പ് മാറ്റിയ പോരെ. ചെയ്ത് കൊടുക്ക്. എടാ മധു, നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? എടാ ഇവളെ കെട്ടിയോണ്ട് നിനക്ക് എന്താ ഗുണം? എന്താ ഗുണമെന്നോ? ഗുണം ഞാൻ പറഞ്ഞു തരാം. ഇവളെ കെട്ടിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പറഞ്ഞു വിടാ. ഏലിയനെയോ? എന്ത്, എന്റെ അമ്മയും ചേച്ചിമാരൊക്കെ ചെയ്യുന്ന പണിയാണല്ലോ, നല്ല പണിയല്ലേ. ആ തൊഴിലുറപ്പിന് പോയാൽ 900 രൂപ ശമ്പളം കിട്ടും.